ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ റെസിപ്പി സ്പൈസി ആയിട്ടുള്ളൊരു ഉന്നക്കായാണ്. ഉന്നക്കായ എന്ന് പറയുമ്പോൾ പഴം കൊണ്ടുണ്ടാക്കിയതല്ല കേട്ടോ. ഇത് ഞാൻ കല്ലുമ്മക്കായ്ക്ക് നിറക്കുന്ന അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ. 4 മണിക്ക് ഒരു കട്ടൻ ചായയും 2 എരിവുള്ള ഉന്നക്കായും കിട്ടിയ പിന്നെ വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കഷ്ണം ഇഞ്ചിയും 1 കപ്പ് തേങ്ങയും 2-3 കറിവേപ്പിലയും 1 ഓണിയനും കുറച്ച് വലിയ ജീരകവുമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ്. ഇനി നിങ്ങൾക്കിത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന പൊന്നിയരി ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ഈ മിക്സ് എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും കറിവേപ്പിലയും വലിയ ജീരകവും എല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ തരിതരിപ്പ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു തരിതരിപ്പ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ഏലക്കയും കൂടി മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആമീസ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആമീസ് പൊടി ഇല്ലെങ്കിൽ അരി കുതിർത്തിയിട്ട് 4 മണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് എന്തെല്ലാം എടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് 3 സവാളയും 1 ടീസ്പൂണ് വെളുത്തുള്ളിയും 1 ടീസ്പൂണ് ഇഞ്ചിയും 3-4 പച്ചമുളകും കറിവേപ്പിലയാണ് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചെമ്മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചെമ്മീൻ പിറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ചെമ്മീൻ ഇല്ലെങ്കിൽ ഇറച്ചിയോ ചിക്കനോ മുട്ടയോ എന്ത് ഫില്ലിംഗ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ചെമ്മീൻ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഓയിലും ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളെ മസാലയിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് സ്മോൾ പീസാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളെ മസാലയ്ക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ യമ്മി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായി പോലെ ഇതെങ്ങനെ വെച്ച് ഉരുട്ടിയെടുക്കാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഇല ഇട്ടിട്ടുണ്ട്. ഇലയുടെ മുകളിലായിട്ട് കുറച്ച് ഓയിലും തടവി എൻ്റെ കയ്യിലും കുറച്ച് ഓയിലും തടവി ഇനി നമുക്ക് മാവ് കുറച്ചായിട്ട് ചെറിയൊരു ഉരുളയാക്കിയിട്ട് എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് അമർത്തി കൊടുത്ത് അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഉരുട്ടി ഒരു ഉന്നക്കായി ഷേപ്പിലേക്ക് എടുക്കാം.
അങ്ങനെ ഞാനിവിടെ എല്ലാ ഉന്നക്കായ് ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്യണം. അതിനായിട്ട് ഒരു അടച്ചമ്പ് വെച്ച് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഞാനൊരു 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എരിവുള്ള ഉന്നക്കായ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. പൊരിച്ച് എടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഉപ്പെല്ലാം നല്ലോണം അലിയുന്ന രൂപത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന ഉന്നക്കായ ഓരോന്ന് ഇതിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാന് വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിൽ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉന്നക്കായ എല്ലാം ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണേ. ഇതിന് ഞാനിട്ടിരിക്കുന്ന പേരാണ് എരിവുള്ള ഉന്നക്കായ. പക്ഷെങ്കിൽ പഴവുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഇതെനിക്ക് ഇങ്ങനെ പേര് വിളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡിയായിട്ടുണ്ട്. എരിവുള്ള ഉന്നക്കായ കല്ലുമ്മക്കായ്ക്ക് പകരമുള്ളൊരു സാധനം തന്നെ എന്ന് പറയാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.